നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ 2024 പകുതിയാകുന്ന സമയത്ത് അയർലൻഡിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലിക്കായി കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ ആശ്വാസമാകുന്ന ഒരു സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത്. ഈ വീഡിയോയുടെ വിശദ വിവരങ്ങളിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് എനേബിൾ ദ ബെൽ ബട്ടൺ. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. റിക്രൂട്ട്മെന്റ് ഫ്രീസ് അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നതിന് പിറകെ തന്നെ പുതിയ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട വാർത്തകളും പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി HSC ഹോസ്പിറ്റലുകളിൽ വളരെ അത്യാവശ്യമായ ഘട്ടങ്ങളിൽ മാത്രം വളരെ ചെറിയ അപ്പോയിൻമെൻറ്റുകൾ നടന്നതൊഴിച്ചാൽ കാര്യമായ ഒരു റിക്രൂട്ട്മെൻറ്റുകളും ഈ കാലയളവിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നടക്കം ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഓഫർ ലെറ്റർ കിട്ടിയവർ പോലും അയർലൻഡിലേക്ക് കടന്നു വരാൻ കഴിയാതെ വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലരും ചെയ്തുകൊണ്ടിരുന്ന ജോലി റിസൈൻ ചെയ്ത് അയർലൻഡിലെ ജോലിക്ക് വേണ്ടി കാത്തിരുന്നു. പലർക്കും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥ ഈ കാലയളവിലുണ്ടായി. ഇതൊക്കെ ഞങ്ങളുടെ വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റുകളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പോൾ ഒരുപാട് ആശ്വാസമേകുന്നതാണ് ഇനി വരാൻ പോകുന്ന നാളുകൾ. HSC ചീഫ് എക്സിക്യൂട്ടീവ് ബെർണാഡ് ഗ്ലോസ്റ്റർ റിക്രൂട്ട്മെന്റ് ഫ്രീസിംഗ് ഉടൻ തന്നെ പിൻവലിച്ചേക്കും എന്ന പ്രഖ്യാപനം വന്ന പിറകെ തന്നെ 2200-ലധികം ജീവനക്കാരെ നിയമിക്കുന്നതിന് HSC അനുമതി നൽകി എന്നുള്ള വാർത്ത മലയാളികൾ അടക്കമുള്ള ഇന്ത്യയിൽ നിന്നും അയർലൻഡിലേക്ക് ഒരു നേഴ്സായി കടന്നു വരാൻ കാത്തിരിക്കുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. റിക്രൂട്ട്മെന്റ് ഫ്രീസ് ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയധികം ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യാനായി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അനുമതി നൽകുന്നത് തന്നെ. ആകെ HSCയിൽ ഈ വർഷം 2969 പേരെ അധികമായി നിയമിക്കാനാണ് തീരുമാനം. ഇതിനു വേണ്ടുന്ന ഫണ്ട് HSCക്ക് നൽകിയതായി ഹെൽത്ത് മിനിസ്റ്റർ സ്റ്റീഫൻ ഡോണലി പറയുകയുണ്ടായി. ഇതിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ 2268 പേരെയും യഥാക്രമം ചിൽഡ്രൻ, ഇക്വാലിറ്റി, ഡിസബിലിറ്റി, ഇൻ്റഗ്രേഷൻ ആൻഡ് യൂത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ 701 പേരെയും എന്നിങ്ങനെയാണ് നിയമനം. ഇതിൽ കൂടുതലും നേഴ്സുമാർ തന്നെയായിരിക്കും. അതുമാത്രമല്ല, അയർലൻഡിലേക്ക് ഇപ്പോൾ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന നേഴ്സുമാർക്ക് വളരെ നല്ല സാലറി പാക്കേജാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. അത് ഏകദേശം 35,068 യൂറോ മുതൽ 52,790 യൂറോ വരെയാണ് സാലറി. ഏറ്റവും നല്ല ഒരു സാലറി പാക്കേജാണിത്. കൂടാതെ റീലൊക്കേഷൻ പാക്കേജായി 4,000 യൂറോയിൽ കൂടുതൽ തന്നെ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, വർഷത്തിൽ 24 ഡേയ്സ് ആനുവൽ ലീവ്, 10 പബ്ലിക് ഹോളിഡേയ്സ് അവർ തരുന്നുണ്ട്. ഇനി HSC ഡയറക്റ്റായി ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ ഇവിടെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും നഴ്സിംഗ് ഹോമുകളിലും മറ്റും ജോലി ചെയ്യുന്ന നഴ്സുമാർ കൂടുതലായി HSCയുടെ ഹോസ്പിറ്റലുകളിലേക്ക് ചേക്കേറുകയും അപ്പോൾ പ്രൈവറ്റ് നഴ്സിംഗ് ഹോമുകളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ധാരാളമായി വേക്കൻസികൾ വരികയും ചെയ്യും. എങ്ങനെ നോക്കിയാലും പുതുതായി അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാർക്ക് ഇനി വരാൻ പോകുന്നത് നല്ല ദിവസങ്ങൾ തന്നെയായിരിക്കും. ഇവിടെ ചില ഏജൻസികളെ കൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഇപ്പോൾ നിലവിൽ അയർലൻഡിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നടക്കം ഇൻ്റർനാഷണൽ നേഴ്സസിനെ അയർലൻഡിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയാണ് KCR. ഈ ഏജൻസികളുടെയൊക്കെ അഡ്രസ്സും ഇമെയിൽ ID, ഫോൺ നമ്പർ ഇതൊക്കെ തന്നെ വീഡിയോയുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഒപ്പം ഈ ഡീറ്റെയിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് സർവീസ് സോഴ്സ് എന്ന ഏജൻസിയാണ്. മറ്റൊരെണ്ണം TTM ഹെൽത്ത് കെയർ, അടുത്തത് CCM റിക്രൂട്ട്മെൻറ്റ്, കൂടാതെ ക്ലിനിക്കൽ 24, മറ്റൊരെണ്ണം ഹെഡ് ഹണ്ട് ഇൻ്റർനാഷണൽ, യുവർ വേൾഡ് ഹെൽത്ത് കെയർ, ഹോളി ലാൻഡർ, മറ്റൊരെണ്ണം MMA ഹെൽത്ത് കെയർ റിക്രൂട്ട്മെൻറ്റ്, അടുത്തത് കേറ്റ് ഹാമിൽട്ടൺ ഇൻ്റർനാഷണൽ ഹെൽത്ത് കെയർ, വേറൊരെണ്ണം റിക്രൂട്ട് നെറ്റ്. ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും ഇൻ്റർനാഷണൽ നേഴ്സസിനെ അയർലൻഡിലേക്ക്, അതായത് HSC ഹോസ്പിറ്റലുകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നവർ.
ഇവരാരും തന്നെ നിങ്ങളിൽ നിന്ന് ഒരു പൈസ പോലും മേടിക്കുന്ന ഏജൻസികൾ അല്ല. 100% ഫ്രീ തന്നെയാണ്. ഇനി ആരെങ്കിലും നിങ്ങളോട് പണം ആവശ്യപ്പെട്ടാൽ ആ ഏരിയയിലോട്ട് പോകേണ്ട ആവശ്യം ഇല്ല. കാരണം ഫ്രീ ആയിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്ന ഏജൻസികൾ ഇവിടെയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.